ക്യാമറ റോളിംഗ് സാർ. தலைவரை நீங்கள் നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. Choose your destiny. Flawless victory. Victory. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. പൊട്ടിച്ച് മേളിലോട്ട് വിട്ടത് അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നുമല്ല. അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രിക്കേഷൻസ് ഓഫ് ദ ലൂബ്രിക്കേഷൻസ്. പറന്നു പറിക്കുന്നു. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. മുപ്പത്തിയാറാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി വരുന്നില്ലേ? ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. പിന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാപ്പ. എന്താ എന്തു പറ്റി? മസിൽ ഉടക്കാതെ കൊണ്ടു. അതെ, എന്നെ എവിടേക്ക് കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്? പിന്നെ നീര് പോണ്ടേ? എന്താ ഇത്? ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്കോ? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഏഴാമത്തെ ഫൈറ്റിൽ ഞാൻ ബൂട്ടിട്ട കാലുകൊണ്ട് പാറയിൽ ചവിട്ടുമ്പോ തീപ്പൊരി പാറിക്കണമെന്ന് പറഞ്ഞിട്ട് രജനി സാറിന്റെ ഒരു പടത്തിൽ അതേ ഷോട്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞപ്പോ ഉണ്ടോ? ഓക്കെ, എങ്കിൽ ഞാൻ ചവിട്ടുമ്പോ പാറ പൊട്ടി വെള്ളം ചീറ്റിക്കാമായിരുന്നില്ലേ? എടോ, ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാറക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ?
സാറേ വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. മുരുകാ